ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഞ്ഞു പോലൊരു ഫാമിലി വ്ളോഗ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ജീന. നമ്മുടെ ഈ മഞ്ഞു പോലൊരു ഫാമിലി വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ചാനൽ കാണുന്ന മുത്തുമണികളാണെങ്കിൽ ഈ വീഡിയോ ഫുള്ളായി കണ്ട ശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സിൻസിയർ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചാനലിൽ പോയി കൂട്ടാക്കുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും ലൈവും ഷോർട്സും ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രിയിൽ പുറത്ത് പോയ സമയത്ത് ഒരു ഐസ്ക്രീം പാർലർ മീറ്റ് ചെയ്തു. അതൊരു ഷോപ്പല്ല, സംതിങ് സ്പെഷ്യൽ ആണെന്നൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്ളോഗാണിത്. ഇത് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേനകയാണ്. മേനക അടുത്ത് സുഭാഷ് പാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എറണാകുളമാണ് കേട്ടോ. എറണാകുളത്ത് മേനക അടുത്ത് സുഭാഷ് പാർക്കിനടുത്ത് KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതിനടുത്തായിട്ടാണ് നമ്മുടെ ഈ സ്വന്തം ഐസ്ക്രീം പാർലർ കാണാൻ പറ്റുന്നത്. നമ്മുടെ എല്ലാം ഈ ഒരു ഐസ്ക്രീം പാർലർ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ കാണാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ആവാതെ നിങ്ങൾ മൊത്തമായിട്ട് കാണുക. വീഡിയോയ്ക്കിടയിൽ വരുന്ന പരസ്യങ്ങൾ ഒരു കാരണവശാൽ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ കിട്ടുന്ന അവസരമാണ്. യൂട്യൂബ് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും കണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വായോ. അതല്ല, ഇതെന്താ ഐസ്ക്രീമിന്റെ പേരില്ല. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇൻറ്റീരിയർ കാണാനായിട്ട്. അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതൊരു ബസ്സിൻ്റെ സ്ട്രക്ചറാണ്. ബസ്സിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല മനോഹരമായിട്ട് നമുക്കിരുന്ന് കഴിക്കാവുന്ന രീതിയിൽ ഒരു സ്നാക്സും ഐസ്ക്രീമും ഒക്കെ കഴിക്കാവുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആക്ച്വലി ഇത് മിൽമയുടെ അണ്ടറിൽ വരുന്നൊരു ഔട്ട്ലെറ്റ് പോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ തന്നെ ഉള്ള ആളോട്, നടത്തുന്ന ആളോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതിൻ്റെ വീഡിയോസ് ഈ വീഡിയോയുടെ നമ്മുടെ വ്ളോഗിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ. അതുപോലെ നല്ല രീതിയിലുള്ള കസ്റ്റമർ സർവീസുമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ. ഇതെന്നാന്നറിയാമോ? സ്നോമാൻ. സ്നോമാൻ. ഇത് ഐസ്ക്രീം ആട്ടോ, ഐസ്ക്രീം നമുക്ക് കഴിക്കണ്ടേ? കഴിക്കാം. ഇതിന്റെ പേരൊന്നും പറഞ്ഞേ. സ്നോമാൻ. ഓക്കെ, മമ്മി ഇത് കാണിച്ചു തരാം. ഇത് എങ്ങനെ ഇരിക്കുന്നത് കണ്ടോ? പിന്നെ മമ്മി കാണിച്ചു തരാം. ഓക്കെ, സീ ലൈക്ക് ദിസ്. കണ്ടോ സ്നോമാൻ എങ്ങനെ ഇരിക്കുന്നു? നോക്കി, സ്നോമാൻ്റെ കണ്ണുണ്ട്, മൂക്കുണ്ട്. സ്നോമാൻ വായുണ്ടോ? വായില്ല. ഇതെന്താ സ്നോമാൻ? തൊപ്പിയാണോ? തൊപ്പിയാണോ? സൂപ്പറാണോ? ഐസ്ക്രീം അല്ല, ഇതിന്റെ പേരെന്താ? സ്നോമാൻ. ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണോ? ഇതെന്താ ഇത്? ഇതെന്താ? ഷൂ. ഇതെന്താ? ഉണ്ട് ഐസ്ക്രീം വെച്ച് പറ്റിയത് തന്നെ. അത് കഴിക്കാനുള്ള സാധനമാണ്. അത് കഴിച്ചോ? കഴിക്കാനുള്ള സാധനം അത്. മമ്മി കഴിച്ചോട്ടെ? വേണ്ടേ? പപ്പായിക്ക് കൊടുത്തോട്ടെ? ഈ ഒരു സ്പൂൺ കൊടുക്കട്ടെ പപ്പായിക്ക്? വേണ്ടേ? So, മിൽമ ഓൺ വീൽസ് ഐസ്ക്രീം പാർലർ മെനു. ഇതാണ് അവരുടെ മെനു കാർഡ്. ആക്ച്വലി കുറേയേറെ സ്പെഷ്യൽസ് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിൻ്റെയും പ്രൈസും എങ്ങനെയാണ് ഇരിക്കുന്നുള്ള ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ലോട്ട് ഓഫ് ഐസ്ക്രീംസ്. നമ്മുടെ പുട്ട് ഐസ്ക്രീം പണ്ട് നമ്മൾ ഇടുക്കിയിലായിരുന്ന സമയത്ത് ട്രൈ ചെയ്താണല്ലേ? അടിമാലി വെച്ച് കഴിച്ചതാണ് പുട്ട് ഐസ്ക്രീം. പൊന്നു ഓർക്കുന്നുണ്ടോ? പൊന്നു നമ്മൾ പണ്ട് അടിമാലിലായിരുന്നപ്പോൾ ഈ പുട്ട് ഐസ്ക്രീം കഴിച്ച് ഓർക്കുന്നുണ്ടോ? കാണിച്ചു തരാം. മമ്മ കാണിച്ചു തരാം. പൊന്നു മമ്മ കാണിച്ചു തരാം കേട്ടോ. മമ്മ കാണിച്ചു തരാം. ഇത് കണ്ടു, ഇത് കുറേ സ്പെഷ്യൽസ് കണ്ടോ. പിന്നെ അത് ഈ സംഭവമാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് കണ്ടോ. സ്നോമാൻ ആണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തത് കേട്ടോ. സ്നോമാനിന് കുറേ സംഭവങ്ങളുണ്ട്, നമുക്ക് പരിചയമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മമ്മ പറയട്ടെ, ഫലൂഡയുടെ തന്നെ കുറേ കാണിച്ചു തരാം. ഫലൂഡയുടെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. ഫലൂഡയുടെ പൊന്നെ കൈ മാറ്റിക്കുക പൊന്ന. ഇതുണ്ട്, ഇതെല്ലാം ഫലൂഡയാ കേട്ടോ. ഫലൂഡയുടെ ഐറ്റംസ് ആണ്. അതെയോ? പിന്നെ ഇതുണ്ട് പൊന്നു, ഐസ്ക്രീംസ് ഉണ്ട്, ഷേക്സ് ഉണ്ട്, സ്കൂപ്സ് ഉണ്ട്.
ആ അതെന്നറിയോ, അത് ഫ്രൂട്ട് സലാഡാ. ഇതെല്ലാം ഫ്രൂട്ട് സലാഡ് ഐറ്റംസ് കേട്ടോ. അതിന്റെ പേരെന്താ? ഫ്രൂട്ട് സലാഡ്. ഓക്കെ, ശരി ശരി. പിന്നെ ഇത് കണ്ടു, ഇത് കുറെ ഫ്രൂട്ട് മിൽക്ക് ഷേക്സ് ഉണ്ട്. ദെൻ ഇത് അതുപോലെ തന്നെ അല്ലേ, ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ, കുറെ ഐറ്റംസ് ഉണ്ട്. മിൽക്ക് ഷേക്സ് കുറെ ഉണ്ട്. ദെൻ ലൈമൺ സോഡ ഉണ്ട്, മൊജിറ്റോസ് ഉണ്ട്, ഫ്രഷ് ജ്യൂസസ് ഉണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ. നമ്മുടെ മിന്നിക്കുട്ടി ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്. എനിക്ക് ഇത്രയ്ക്കാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നേ. ഇതെന്താ പൊന്നെ പൊന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന കാണിച്ചു തന്നെ. ഇത് ബുക്ക് തിരിച്ചു വെച്ചാണോ വായിക്കുന്നേ? അങ്ങനെയല്ല വായിക്കണ്ടേ, ഇങ്ങനെയല്ലേ വായിക്കുന്നേ? അതങ്ങോട്ടല്ലേ ഇങ്ങോട്ട് പതിയെ പതിയെ മുന്നിൽ കീഴിപ്പോ. അങ്ങനെയല്ല, ഇങ്ങനെ വെച്ചിട്ടാ മറച്ചു നോക്കണ്ടേ. ഇങ്ങനെ മറച്ചു നോക്ക, പതിയെ പതിയെ പതിയെ. ഇതൊക്കെ എന്താ? ഓക്കെ, ശരി, കഴിഞ്ഞോ? ഓക്കെ ഓക്കെ. ആണോ? എന്താ പേര്? അൻവറിന്. ഓക്കെ ഓക്കെ. ഇവിടുത്തുകാരനാണോ? മംഗലാപുരം. ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തുകാരല്ല, ഞാൻ ബേസിക്കലി പാലായാണ്. അനീഷേട്ടൻ വന്നിട്ട് ഇടിക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ സുഭാഷ് പാർക്ക് വന്ന ശേഷം തിരിച്ചു പോകേണ്ട ഇങ്ങനെ ബസ് കയറാൻ നിന്നതാ. അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് നമുക്കിങ്ങനെ നമ്മൾ കാണാത്ത പോലത്തെ ഒരു സംഭവം ഇങ്ങനെ കാണുന്നു. ഓൾറെഡി ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവർക്ക് ഐസ്ക്രീം ഇഷ്ടമാവാ, എന്നാ പിന്നെ ഒന്ന് കയറി കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന് പ്രത്യേകത ഉള്ള ഒരു സംഭവമാണ്, സാധാരണ ഒരു ഷോപ്പ് അല്ല അല്ലേ? ആക്ച്വലി ഇത് എന്താണ്? ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ. അതെ അതെ, കുറെ നമുക്ക് സ്പെഷ്യൽസ് ഉണ്ട് അല്ലേ? മിൽമയുടെ ആണ് മൊത്തം യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ ബോട്ട്സ് സംഭവം ഉണ്ട്. പിന്നെ ഫലൂഡ പറഞ്ഞിട്ടൊരു കോംബോ ഉണ്ട്. 3 ചോക്കോസില്ല, പിന്നെ മാംഗോ പാഷൻ പറഞ്ഞിട്ട് മാംഗോ പാഷൻ ഫ്രൂട്ട് ആയിട്ട് വരുന്നത്, പിന്നെ റോസ് ഫലൂഡ പറഞ്ഞിട്ട് അങ്ങനെ 3 അതൊരു കോംബോ വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് നമുക്ക് ഒന്ന് കഴിക്കാൻ പറ്റുന്ന റീസണബിൾ ആയിട്ട് വരുന്ന സംഭവം. അപ്പൊ സ്പെഷ്യൽസ് നമ്മൾ ഫുഡ് ഐസ്ക്രീം ഉണ്ട് പറഞ്ഞു, അതുകൂടാതെ ഫലൂഡാസ് ഉണ്ട്. 3 ഫ്ലേവർ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, എന്തൊക്കെ ഫ്ലേവറാ? ചോക്കോസില്ല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, പിന്നെ മറ്റേ മാംഗോയും പാഷൻ ഫ്രൂട്ട് ആയിട്ട് ഒരു സംഭവം അത് വരുന്നുണ്ട്, പിന്നെ റോസ് ഫലൂഡ എന്നൊരു സംഭവം. അതൊക്കെ നമ്മൾ ചെറിയ റേറ്റിനാണ് കൊടുക്കുന്നത്. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ റീസണബിൾ റേറ്റിന് നമുക്ക് കഴിക്കാൻ പറ്റിയ സംഭവമാണ്. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ വില്ലാവാണ്ട് ചെറിയൊരു അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പോകും. കൂടുതൽ ആൾക്കാരും ഫലൂഡയാണ് ചൂസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ഐസ്ക്രീം ചൂസ് ചെയ്യുന്നുണ്ട്, സിസിലിയൻ ബ്രൗണി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞ കാര്യം, പിന്നെ ചോക്കോമോക്ക അങ്ങനത്തെ ഐറ്റംസ് 2-3 പർച്ചേസ് ചെയ്തിട്ട് സ്പെഷ്യൽ ആയിട്ടുണ്ട്. ഫ്രഷ് ജ്യൂസസ് ഉണ്ട്, ഷേക്ക് ഒക്കെ ഉണ്ട്, നമ്മൾ തന്നെ ആയിട്ടുള്ള സ്പെഷ്യൽ ഷേക്സ് ഒക്കെ ഉണ്ട്. പിന്നെ സാധാരണ ഷോപ്സിൽ കിട്ടാത്ത സ്പെഷ്യൽ ഷേക്സ് ഏതാവുന്നത്? നമ്മൾ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ആബാദി ഷേക്ക്, പിന്നെ ഡാർക്ക് ടെലീസ എന്നിട്ട് പറയുന്ന സംഭവം, പിന്നെ നമ്മുടെ സ്പെഷ്യൽ കോക്ടെയിൽ ഷേക്സ് ഉണ്ട് നമ്മൾ തന്നെ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന സംഭവം. അതുപോലത്തെ 2-3 ഐറ്റംസ് ഉണ്ട്. തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. നല്ല അഭിപ്രായം. കഴിഞ്ഞാൽ ഇതിന്റെ പുറത്ത് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ഇതിനെ പറ്റിയത് അറിയുന്നില്ല. പക്ഷെ നമ്മള് അകത്ത് കയറ്റി കഴിഞ്ഞ ശേഷം ഇത്ര സെറ്റപ്പ് ഉണ്ടോന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. നമ്മൾ മെയിൻ നോക്കുന്നത് നല്ല സർവീസും കൊടുക്കാൻ, നല്ല സാധനം, നല്ല ക്വാളിറ്റിയുള്ള സാധനം കൊടുക്കാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മൾ ഓർഡർ ചെയ്തായിട്ടാണ് സ്നോമാൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ഒരു സാധനം കാണുന്നത്. കണ്ടപ്പോഴും ഇഷ്ടമായി, കുഞ്ഞാമിക്ക് ഇഷ്ടപ്പെടും. അത് കൂടുതൽ ഈ കൊച്ചു പിള്ളേർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ക്യാപ്പൊക്കെ ആയിട്ട് വരുന്ന രസമാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഞാൻ തോന്നുന്നു വേറെ ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളായിട്ട് ആക്ച്വലി അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ഓ ശരി ശരി ശരി. അപ്പൊ നിങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട് ഇപ്പം എല്ലാവരും ഒന്നിച്ച് ചേരുവാണോ അതോ എങ്ങനെയാ? നമ്മള് 3-4 ആൾക്കാരുണ്ട്. 2-3 ആൾക്കാർ ഇവിടുത്തെ കൊച്ചിക്കാരും, പിന്നെ ഒരാൾ ആലപ്പുഴ. അത് ശരി.
ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ ഒരുപാട് കസ്റ്റമേഴ്സ് വരട്ടെ. നമ്മൾ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ്. നല്ല ഐറ്റം ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. അതുപോലെ നമുക്ക് വന്ന് കണ്ടപ്പോഴും സർവീസും ഒക്കെ ഇഷ്ടമായി. ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ ഒരുപാട് ക്ലയൻസ് വരട്ടെ, കസ്റ്റമേഴ്സ് വരട്ടെ, അവർ ഹാപ്പി ആവട്ടെ, അങ്ങനെ വളരെ സക്സസ് ആയിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ്.